ഹലോ ഗൈസ്, വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറിയും പെപ്പർ ഇട്ട് ഡ്രൈ ആക്കിയെടുത്ത ചിക്കൻ്റെ പാർട്സുമാണ് ഇന്നത്തെ വീഡിയോ. ഇതിലാദ്യം നമുക്ക് ചിക്കൻ പാർട്സ് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഒരു പാനിൽ എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക, നന്നായി വഴറ്റിയെടുക്കുക. സവാള ഗോൾഡൻ കളറായി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. സവാള ഗോൾഡൻ കളർ ആകുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. പൊടിയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് നന്നായി കഴുകി വെച്ച് ചിക്കൻ്റെ പാർട്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റോളം ഇളക്കി കൊടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിച്ച ശേഷം തുറന്ന് അതിലേക്ക് 2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തിലായിരിക്കും ഉണ്ടാവുക. ഇത്രയും ഗ്രേവി വേണ്ടാത്തവർക്ക് കുറച്ചുകൂടെ ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫുൾ ഡ്രൈ ആയി വേണ്ടവർ കുറച്ച് നേരം കൂടെ തുറന്ന് വെച്ച് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ചിക്കൻ കറിക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഞാനിവിടെ ഒരു തക്കാളിയും 2 പച്ചമുളകും 2 വലിയ സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി കറി തയ്യാറാക്കുന്ന പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് സവാള ഇട്ട് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള ഗോൾഡൻ കളറാവാൻ തുടങ്ങുന്ന സമയത്ത് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള നന്നായി വഴന്നു വരുന്ന സമയത്താട്ടോ ഈ കറിയുടെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടുന്നത്. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ വരെ നമ്മൾ വഴറ്റിയെടുക്കണം. മസാലകൾ നോക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളകാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി വഴറ്റി വെച്ച ഉള്ളിയിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാല ഇടാൻ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ ഇട്ട ശേഷം വല്ലാണ്ട് ഡ്രൈ ആയി തോന്നിയാൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കനെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ കൂടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി തീ ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു 4-5 മിനിറ്റ് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്താൽ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നന്നായി മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ചിക്കനിലെ വെള്ളമെല്ലാം കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയ ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട ശേഷം തിളക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ചിക്കൻ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ വെന്ത് വരുന്നവരെ നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കാം. ഒരു 5-10 മിനിറ്റ് അടച്ചു വെച്ച ശേഷം നിങ്ങൾക്കിത് തുറന്നിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈസി ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 റെസിപ്പിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം എന്തായാലും പറയാൻ മറക്കല്ലേ.